മോനെ അലാവുദ്ദീനെ, കട തുറക്കുന്നില്ലേ? നീ എന്തുവാടാ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എപ്പോ നോക്കിയാലും കട, കച്ചവടം, അത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ മറ്റൊന്നുമില്ലേ? സമയമായി, പോകുന്നില്ലെന്ന് ചോദിച്ചതാ. പോകുന്നില്ലെങ്കിൽ പോകണ്ട, അവിടെ ഇങ്ങനെ ഇരുന്നോ. നല്ല കച്ചവടം നടക്കുന്ന സമയമാ. എന്താടാ പൊന്നുമോനെ നിനക്ക്? നല്ല കൈ. വേണ്ട വേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ ഉമ്മ, അല്ലെങ്കിൽ വേണ്ട. അത് ഞാൻ പറഞ്ഞാ പിന്നെ ഉമ്മ പറയും നിങ്ങക്ക് അത്രയും പ്രായമായോ, നീ ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ. എന്തിനാ? ഇല്ലടാ മോനെ, എന്റെ മോന്റെ ഏതാഗ്രഹം ഉമ്മ സാധിച്ചു തരില്ലേ? തരുമല്ലോ. എന്നാ കൈയടിക്ക്, അലി പുറത്ത് കൈയടിക്ക്. ഉമ്മ തന്നെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അതുകൊണ്ട് ഉടനെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചു. അല്ല, എന്റെ പൊന്നുമോൻ ഇതിനാണോ ഉമ്മ ഇന്ന് തന്നെ പെണ്ണന്വേഷിക്കാം? അല്ല ഉമ്മ, ഞാനൊരു പെണ്ണിനെ കണ്ടു, എനിക്ക് അവളെ ഇഷ്ടമായി. എന്നാ പിന്നെ നമുക്കതങ്ങ് നടത്താം. പെണ്ണേതാ? പെണ്ണ് വലിയ സ്ഥലത്താണ്. എവിടെങ്കിലും ആറ്റടാ. പെണ്ണിന്റെ ബാപ്പ ആരാണെന്ന് പറ, ഞാൻ പോയി ആലോചിക്കാം. പെണ്ണിന്റെ ബാപ്പ നമ്മുടെ രാജാവാണ്. പെണ്ണ് റോഷിനി രാജകുമാരി. എന്റെ മോനെ, നിനക്കെന്താ തലയ്ക്ക് നല്ല സ്ഥിരമില്ലേ? അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. അല്ലോ, എന്റെ മോനെ നീ ചതിച്ചു. ഉമ്മ പേടിക്കണ്ട, ഞാൻ രാജകുമാരിയെ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഉമ്മ കൊട്ടാരത്തിൽ പോകണം, എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കണം. പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ രാജകുമാരിയെ കട്ടോണ്ട് പോരും. അയ്യോ വേണ്ട മോനെ, ഞാൻ പോകാം. നിന്റെ തല വെട്ടുന്നതിന് പകരം എന്റെ മോന് വേണ്ടി എന്റെ തല വെട്ടട്ടെ. ഇല്ല ഉമ്മ, ഇന്നാണ് രാജാവ് പദവി ഏറ്റെടുത്ത ദിവസം. പ്രജകൾ എന്താവശ്യപ്പെട്ടാലും ഇന്ന് കൊടുക്കണം. അതുകൊണ്ടല്ലേ ഇന്ന് അയക്കുന്നത്. ഉമ്മ പോകാം മോനെ. അമീർ, രാജാവിന് കാഴ്ചവെക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങൾ, മുത്തുകളും രത്നങ്ങളും, അവയുമായി എന്റെ ഉമ്മയെ അകമ്പടി സേവിക്കാൻ അപ്സരസുകൾ അല്ലേ? അതെ. ഇത് മതിയോ, ഇനിയും വേണമോ? മതി മതി. നിങ്ങൾ ആരാണ്? ഞാൻ ഫാത്തിമ, അലാവുദ്ദീന്റെ ഉമ്മ. ഞാൻ അവിടത്തേക്ക് അല്പം കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. അലാവുദ്ദീൻ ഒരിക്കൽ നമ്മുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളവനാണ്. അലാവുദ്ദീനോട് നമുക്ക് സ്നേഹവും വാത്സല്യവുമാണുള്ളത്. നിങ്ങൾക്ക് എന്തു വേണം? മഹാരാജാവേ, എന്റെ മോനൊരു പെൺകുട്ടിയുടെ സ്നേഹം തോന്നി. ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് അവൻ പറയുന്നത്. അതിനെന്ത്? ആ കുട്ടിയുടെ രക്ഷിതാക്കളെ വരുത്തി നാം വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം. ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ വലിയവരാണവര്. അല്ലാഹുവിന്റെ മുമ്പിൽ പണക്കാരനും പാവപ്പെട്ടവനും എന്ന വ്യത്യാസം. മനുഷ്യരെല്ലാം സമന്മാരാണ്. ഏതാണ് ആ കുട്ടി? അങ്ങയുടെ മകൾ റോഷിനി രാജകുമാരി. എന്ത് ധിക്കാരമാണ് ഈ സ്ത്രീയുടേത്? ആരോടെ? ഇവരെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്യും. നിർത്തൂ. ഇന്ന് നാം സ്ഥാനം ഏറ്റെടുത്ത ദിവസമാണ്. മാത്രമല്ല, നിങ്ങൾ അലാവുദ്ദീന്റെ അമ്മയായിപ്പോയി. അതുകൊണ്ട് തൽക്കാലം നാം ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഈ ആവശ്യമായി ഇവിടെ വന്നു പോയത് കേട്ടോ. എന്റെ മോനെ, കൊട്ടാരത്തിൽ നിന്ന് അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. എന്നെ തടവിലടയ്ക്കാൻ വേണ്ടി പട്ടാളക്കാർ വളഞ്ഞതാ. പടച്ചോന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു ആലോചനയുമായി അങ്ങോട്ട് ചെല്ലരുതെന്നാണ് രാജകൽപ്പന. നമുക്ക് രാജകുമാരിയെ വേണ്ട മോനെ, നീ അതങ്ങ് മറന്നേക്ക്. എന്താ മകളെ ഇവിടെ? എനിക്ക് ബാപ്പയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയൂ.
ഞാൻ ഇതുവരെ വാപ്പയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, എന്റെ മകൾക്ക് എന്താണ് ആവശ്യം? എന്ത് തന്നെ ആയാലും ഞാൻ സാധിച്ചു തരും. ബാഗ്ദാദ് മഹാരാജാവ് വാക്കുമാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആവശ്യപ്പെടുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മനസ്സിലാകുന്നില്ല. അലാവുദ്ദീന്റെ ഉമ്മയെ വാപ്പ ആക്ഷേപിച്ചയച്ചില്ലേ? അതെ, നിന്നെ നിക്കാഹ് ചെയ്യാൻ അലാവുദ്ദീൻ എന്തുകൊണ്ട് അന്തസ്? അന്തസ്സുണ്ടെങ്കിൽ മാത്രം പോരെ ബാപ്പ. മറ്റേത് രാജകുമാരന്മാരെക്കാളും അലാവുദ്ദീൻ ധീരനാണ്. അലാവുദ്ദീന്റെ ധൈര്യം ബാപ്പ തന്നെ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ്. നീ എന്താണ് മകളെ പറയുന്നത്? ഇനിയും ബാപ്പയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ അലാവുദ്ദീനെ സ്നേഹിക്കുന്നു. റോഷ്നി, അതെ, അലാവുദ്ദീനെ അല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് ചെയ്യില്ല. ഇത്തരം രത്നങ്ങൾ രാജാവിന് കാഴ്ചവെക്കാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധ്യമല്ല. അലാവുദ്ദീൻ എവിടെ നിന്ന് കിട്ടുന്നു? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇതിലെന്തോ രഹസ്യമുണ്ട്. ശരി, അലാവുദ്ദീൻ, വിദേശ രത്ന വ്യാപാരികളെ കൊള്ളയടിച്ചതിന് നിന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുചെല്ലാൻ രാജാവിന്റെ ഉത്തരവുണ്ട്. കൊള്ളയോ? ഞാനോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ കൊള്ളയതില്ല. അത് രാജാവ് തീരുമാനിക്കും. അല്ല, ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം. അല്ല, അല്ല, ഞാൻ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും അനീതികളുടെയും തലപ്പത്ത് ഇവനാണുള്ളത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചിവിടെ കഴിഞ്ഞിരുന്ന സാംദേശ രാജകുമാരിയെ കൊള്ളയടിച്ചതിന്റെ പിന്നിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ ഈ നിൽക്കുന്നവന്റെ കൈകളാണുള്ളത്. എന്നിട്ട് ഇവൻ സാംദേശ രാജകുമാരിയെ രക്ഷിച്ചതായി അഭിനയിച്ചു. ഒരിക്കലും ഇവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അങ്ങവിടെ ചെന്നപ്പോൾ ഇവൻ അങ്ങയുടെ രക്ഷകനായി മാറി. അവൻ മുറിവേറ്റു വീണു. നല്ലവനെന്ന് ബോധ്യമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാരായാലും വിശ്വസിക്കും. ഞാൻ പോയി. അമൃതീൻ, നമുക്ക് വേണ്ടത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്. രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നുള്ള വ്യാമോഹത്താൽ ഇവൻ കൊടുത്തയച്ച കാഴ്ചദ്രവ്യങ്ങൾ എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈരങ്ങളും. ഒരു മഹാരാജാവിനോ കൊള്ളക്കാരനോ മാത്രമേ അത് കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ. ഇവൻ മഹാരാജാവല്ല. പിന്നെ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അലാവുദ്ദീൻ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും സംശയമോ അങ്ങേക്ക്? അലാവുദ്ദീനോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അലാവുദ്ദീനെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണമാവും തോന്നുന്നില്ല. ബാഗ്ദാദിലെ നീതിക്കും ന്യായത്തിനും അത് തടസ്സമാകുകയാണെങ്കിൽ അലാവുദ്ദീൻ ഒരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചുമതല നാം മൗലവി സാഹിബിനെ ഏൽപ്പിക്കുന്നു. അവന്റെ കൈകൾ അഴിച്ചുവിടും. അലാവുദ്ദീൻ നിരപരാധിയാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇവൻ ബാഗ്ദാദിന്റെ അഭിമാനമായി മാറും. ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ.
ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. ആ, ഇനി അമീർ വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ശരി അമീർ, നമുക്ക് കളിച്ചത് മതി. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്ര വലിയ ആളൊക്കെ അല്ലേ, ഞാനൊരു സാധനം ചോദിക്കാൻ പോവാ. ഇതെന്താണ് ഇത്രയും വലിയൊരു സാധനം? അതൊക്കെ ഉണ്ട്. ലോകത്തിൽ ഇതേവരെ ആരും ധരിക്കാത്ത ഒരു വസ്ത്രം എനിക്ക് വേണം. ആലംബന, എന്താ പറ്റില്ലേ? ആരും ഉടുക്കാത്ത വസ്ത്രമല്ലേ? തരാം തരാം. അയ്യോ അമീർ, എന്താ ഇത്? ഞാൻ അമീർ, അമീർ